എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ പകുതി ഡേ, അതായത് ഹാഫ് ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. വായി വയ്ക്കാതെ. ചോറ് കഴിക്കാൻ പോവായിരുന്നു. ചോറ് വിപുലമായിട്ടൊന്നുമില്ല. തോരനുണ്ട്, മീൻകറിയുണ്ട്, നല്ല പച്ചമോര്. അപ്പം ഇതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കട്ടെ. എന്തു പറ്റി? തുറക്കാൻ വയ്യായോ? അമ്മ തുറന്നു തരട്ടെ? തുറന്നു തരട്ടെ? ഇതെൻ്റെ ഇളയ മോളാണ്. ഇപ്പം രണ്ടാളുണ്ട്. മൂത്ത ആൾ സ്കൂളിൽ പോയിരിക്കുക, ആൾ LKG പഠിക്കുന്നത്. ഇതെൻ്റെ ഇളയ കൊച്ചു സുന്ദരി. ടാറ്റ. ഉറക്കമൊക്കെ എണീറ്റ് അയാളിരുന്ന് കളിക്കുക. ഫുഡൊന്നും കൊടുത്തില്ല, ഇനി ഫുഡൊക്കെ കൊടുക്കണം. തുറന്നോ തുറന്നോ എൻ്റെ പൊന്നെ? എങ്ങനെ തുറക്കുന്നേ? ആ തുറന്നോ തുറന്നോ? എങ്ങനെ തുറന്നേ? എന്തുവാ? നടക്കാൻ തുടങ്ങി. ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ നടക്കാൻ. 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സും 2 മാസവും കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് അവിടെ അമ്പലത്തിൽ പോകുന്നുണ്ട്. നമ്മുടെ അടുത്ത് തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ്. അപ്പോൾ 23-ാം തീയതി ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് വൈകിട്ടൊന്ന് പോകണം. അപ്പം ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാം. വലിയ രീതിയിലൊന്നും ഇല്ല, സിമ്പിളായിട്ടാണ്, വലിയ ഒരുക്കമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കുളി കഴിഞ്ഞു. തലയൊക്കെ നന്നായിട്ട് തോർത്തി കഴിഞ്ഞിട്ട് നമ്മൾ മുഖത്ത് ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു മോയ്സ്ചറൈസറാണ്, മുഖം ഡ്രൈ ആവാതിരിക്കാൻ. ഓൾറെഡി എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ പോൺസിൻ്റെ ആണ് കേട്ടോ മോയ്സ്ചറൈസർ ഇടുന്നത്. നല്ല സ്മെല്ലാണ്. പിന്നെ ഇപ്പം ഞാൻ ഒരു ഫൗണ്ടേഷന് എൻ്റെ സ്കിൻ കളറിന് ചേർന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല മുഖത്തിനൊക്കെ നല്ല ഈ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാട് മുഖത്ത് ശരിക്കുണ്ട്. പിന്നെ മൂക്കിന്, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധാ പോൺസ് പൗഡറില്ലേ, മറ്റേ കുഞ്ഞിൻ്റെ സെബാമിൻ്റെ പൗഡറാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊത്തിക്കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റേ എന്താ പറയുക, ലിപ് ബാം മാമാഅർത്തിൻ്റെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക്ക് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് വൈപ്പ് ചെയ്ത് കളയും കേട്ടോ. എനിക്ക് ഒത്തിരി ലിപ്സ്റ്റിക്ക് ഇഷ്ടമല്ല. അത് മറ്റേ ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കളയും. പിന്നെ നമ്മൾ എന്തുവാ ഐ ഷാഡോ ഇടുന്നുണ്ട്, ചെറിയൊരു പെൻസിൽ മോഡലുള്ള. പിന്നെ ഐലൈനർ എഴുതി കൊടുക്കുന്നു. പിന്നെ ഞാനിതേ വള ഇടുന്നുണ്ട്, മറ്റേ കുപ്പിവള കേട്ടോ. കുപ്പിവള ഇട്ടു. പിന്നെ സിന്ദൂരം തൊട്ടു, പൊട്ടിട്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരുക്കം. സിമ്പിള്. ഇതിൽ കുറച്ച് രീതിയിൽ സിമ്പിളാവും, എന്നാലും എൻ്റെ രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരുക്കം ഇതാട്ടോ. അപ്പോൾ ഒരുക്കം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ തലമുടി കിട്ടിയിട്ട് വരാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മറ്റേ കടിച്ചുപിടി പോലെ സംഭവം എടുത്ത് ക്ലിപ്പായിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുടി കെട്ടി. അങ്ങനെ വലിയ രീതിയിലൊന്നും മുടി കെട്ടിയിട്ടില്ല, സാധാ മോഡലിൽ തന്നെ മുടി കെട്ടിയത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. നമ്മുടെ ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്, കട്ടച്ചിറ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതാണ്ട് അവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്, നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ. നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ആംബിയൻസാണ് ആ ഒരു അമ്പലത്തിൽ. അപ്പം നല്ല രസമാണ് കാണാൻ. അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല കേട്ടോ. അതാണ് അവിടുത്തെ ആംബിയൻസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതാണ്ട് അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മറ്റേ കാളിയൻ്റെ പുറത്തിരുന്ന് നൃത്തം ചെയ്യത്തില്ലേ കണ്ണന്, അതിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അതൊക്കെ വളരെ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം അങ്ങനെ അവിടെ പൊഴുതു. അപ്പോൾ എൻ്റെ മോനാണ് പോകുന്നത്. പുള്ളിക്കാരൻ പിണങ്ങി നടക്കുക കേട്ടോ. അങ്ങനെ വീഡിയോയ്ക്കൊന്നും നിന്ന് തരുന്നില്ല.
പിന്നെ നമ്മൾ അമ്പലത്തിനകത്ത് തേതാണ്ടേ കൃഷ്ണൻ്റെ ദശാവതാര ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് അവിടുത്തെ ആ ഭിത്തിയിലൊക്കെ. അത് തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. തൊഴുത് കഴിഞ്ഞു. ഞങ്ങളിനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാ. അകത്ത് കയറി എല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ ദേ ഞങ്ങൾ ഈ നമ്മുടെ ഓരോ നാളിൻ്റെ വൃക്ഷങ്ങളില്ലേ അതവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വെച്ച് പിടിച്ചതേ ഉള്ളെന്ന് തോന്നുന്നു. അവർ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു. അങ്ങനെ ദേവൂട്ടൻ്റെ നാളിൻ്റെതാണ് കേട്ടോ, ഭരണി നാളിൻ്റെ നെല്ലി കണ്ടു. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗൊന്നും പറയാനൊക്കത്തില്ല. ചെറിയൊരു പാട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.